ഇപ്പോ ഖുർആൻ ഖുർആൻ ഒരു പക്ഷേ മുസ്ലിങ്ങൾക്ക്, അതായത് ഇസ്ലാം മത വിശ്വാസികൾക്ക് ഖുർആൻ പവിത്രമായ ഗ്രന്ഥമാണ്. ഹിന്ദുക്കൾക്ക് ഭഗവത്ഗീതയും അങ്ങനെ തന്നെയല്ലേ, ക്രിസ്ത്യാനികൾക്ക് ബൈബിളും അങ്ങനെ തന്നെയല്ലേ. അങ്ങനെ ആയിരിക്കുകയും വേണമല്ലോ. ഓരോ മതവിഭാഗത്തിനും അവരുടെ മതവിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അങ്ങനെ ആയിരിക്കുകയും വേണം, സ്വാഭാവികമാണത്. പക്ഷേ ഞാൻ എങ്ങനെയാണോ എൻ്റെ മതവിശ്വാസത്തെ കാണുന്നത്, അതുപോലെ തന്നെ നിങ്ങളും കാണണം എൻ്റെ മതത്തെ എന്ന് പറയുമ്പോൾ മാത്രമേ ഇവിടെ തർക്കമുള്ളൂ. അതിൽ മാത്രമേ നമ്മൾ അഭിപ്രായ വ്യത്യാസമുള്ളൂ. അതല്ലാതെ ഓരോ മതവിശ്വാസത്തെയും അതാത് മതവിശ്വാസികൾ മാനിക്കട്ടെ, ഫോളോ ചെയ്യട്ടെ, ഒരു വിഷമവുമില്ല, ഒരു പ്രയാസവുമില്ല. ഇപ്പം ഓരോ വ്യക്തിയുടെയും അവനവന്റെ ബോധ്യത്തിനനുസരിച്ച് അവനവന്റെ ശരി തെറ്റുകൾക്ക് അനുസൃതമായി സഞ്ചരിക്കുന്നത് കൊണ്ടാണ് അഭിപ്രായം അവരുടെ തന്നെ അനുസരിച്ച് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പൊ എന്റെ അഭിപ്രായമായിരിക്കില്ല ആ വിഷയത്തിൽ നിങ്ങളുടെ. ചില ആളുകള് രണ്ടുപേര് തമ്മിൽ വിവാഹിതരായി, ശരി, അവര് മനസ്സിലാക്കുന്നത് ഇത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് നമ്മൾ ഒരുമിച്ചത്, അതുകൊണ്ട് മീസാക്കൻ അലീല, ഇത് ബലിഷ്ഠമായ ഒരു കരാറാണ്, ഇങ്ങനെ തന്നെ മരണം വരേക്കും മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കും. അതല്ല, നമുക്കിടയിൽ ഒരുപാട് അസ്വാരസ്യങ്ങൾ ഉണ്ട്, യോജിച്ചു പോകാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് വരുമ്പോൾ ശരി, സെപ്പറേറ്റഡ് ആവും. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും രണ്ടു വഴിക്ക് നീങ്ങും. നമ്മൾ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായതുകൊണ്ടാണ് മുസ്ലിം ആയത്. ഒരു നേഴ്സ് വിചാരിച്ചിരുന്നെങ്കിൽ നമ്മുടെ മതം തന്നെ അങ്ങ് മാറിയാണ്. അതുപോലെ തന്നെയാണ് ബൈബർത്ത് കിട്ടുന്നതാണ് 99.9% ആളുകൾക്കും ബൈബർത്ത് കിട്ടുന്നതാണ് ഈ മതം എന്ന് കരുതി മരണം വരേക്കും അങ്ങനെ തന്നെ ഞാൻ പോകൂ എന്ന് നിർബന്ധം പിടിക്കുന്നിടത്താണ് പ്രശ്നമുള്ളത്. നമ്മുടെ ശരി തെറ്റുകൾ നമുക്ക് വിവേചിച്ചറിയാൻ സാധിക്കണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും വേണം. നമുക്ക് അസ്വാരസ്യം ഉണ്ടെങ്കിൽ അതിനെ രമ്യതയിൽ പരിഹരിക്കാൻ സാധിക്കണം. ഇപ്പൊ ഞാനൊരു ഇസ്ലാം മതവിശ്വാസിയാണെങ്കിൽ അതിനകത്ത് എനിക്ക് എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ, എനിക്ക് എന്തൊക്കെയോ ആശയങ്ങളുമായി വ്യതിരിക്തത തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കറക്റ്റ് ചെയ്യാൻ ഒരു സ്പേസ് കൂടി ഉണ്ടാകണം. അതല്ലാതെ ഞാൻ മുസ്ലിം മാതാപിതാക്കളുടെ മകളായി ജനിച്ചത് കൊണ്ട് മരണം വരേക്ക് മുസ്ലിമായി തന്നെ പോകണം എന്ന് നിർബന്ധം പിടിക്കുന്നതിലെ ഒരു അനൗചിത്യമുണ്ട്. ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ലൈവിൽ വന്ന് നിങ്ങളോട് പറഞ്ഞതാണ് സാനിയ മിർസയുടെ കാര്യം. അവര് മക്കയിൽ പോയി പുതിയൊരു ജീവിതം തുടരാൻ അവർ ആഗ്രഹിക്കുന്നു, പുതിയ ഒരു മനുഷ്യനായി തിരിച്ചു വരാൻ. അവരുടെ ജീവിതത്തില് എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഉള്ളതുപോലെ തന്നെ ഒരുപാട് സ്വകാര്യ ദുഃഖങ്ങളും വേദനകളും ഉണ്ട്. അതൊക്കെ ഒന്ന് അല്ലാഹുവുമായി പങ്കുവെച്ച് അവിടെ ഇറക്കി വെച്ച് ഒരു പുതിയ മനുഷ്യനായി വരണമെന്ന് അവർ ആഗ്രഹിച്ചപ്പോൾ അതിനെ രണ്ട് കൈയും കൂട്ടി സ്വീകരിച്ചു ഇവിടുത്തെ വിശ്വാസികൾ മുഴുവൻ മനുഷ്യരും, അവരുടെ ആരാധകർ എല്ലാവരും. ഇപ്പോഴിതാ അവർക്ക് തോന്നിയിരിക്കുന്നു മറ്റൊരു വിവാഹം കഴിക്കണം. തനിക്ക് തോന്നിയ തന്റെ അഭിരുചികളുമായി ആശയങ്ങളുമായി പൊരുത്തപ്പെടുന്ന ആളെ കണ്ടെത്തണം എന്ന് അവർക്ക് തോന്നിയിരിക്കുന്നു. അങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റ് താരമായ മുഹമ്മദ് സമി, അദ്ദേഹവുമായിട്ടാണ് ടെന്നീസ് താരം സാനിയ മിർസ വിവാഹിതയാകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരം അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പരന്നുകൊണ്ടിരിക്കുന്നത്. സാനിയ മിർസയുടെ പിതാവായ ഇമ്രാൻ മിർസ തന്നെയാണ് ഈ വാർത്തയെ സംബന്ധിച്ച ആദ്യത്തെ പ്രതികരണം നടത്തുന്നത്. വാർത്ത അസംബന്ധമാണ് എന്നും സാനിയ കണ്ടിട്ട് പോലുമില്ല എന്നും ഇമ്രാൻ പറയുന്നു. കണ്ടില്ലേ, നുണകൾ പ്രചരിക്കുകയാണ് സത്യം ലോകത്തെത്തുന്നതിന് മുമ്പ് തന്നെ. സാനിയ മിർസ ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ എനിക്കൊരു പുതിയ മനുഷ്യനായി മടങ്ങി വരണം, അപ്പോൾ തന്നെ അവരെ പിടിച്ചങ്ങ് കെട്ടിച്ചു. സോഷ്യൽ മീഡിയ തീരുമാനിക്കും ആര് ആരുടെ കൂടെ പോകണം, ആര് ആരുടെ ഭാര്യയാകണം, ആര് സെപ്പറേറ്റഡ് ആകണം എന്നൊക്കെ. ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. പല ആളുകളും വന്ന് പറയാറുണ്ട്, ഒരാഴ്ചയിൽ 3 ഡിവോഴ്സ് എനിക്ക് വാങ്ങിത്തരാറുണ്ട് സോഷ്യൽ മീഡിയയിലെ സഹോദരങ്ങളെന്ന്. സാനിയ മിർസയും മുഹമ്മദ് സമിയും വിവാഹിതരായി എന്ന രൂപത്തിൽ വരെ വാർത്തകൾ പ്രചരിച്ചു. ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാം എങ്ങനെയാണ് എന്നതിന് നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. യുവാക്കൾ ഖുർആൻ പരസ്യമായി കൂട്ടിയിട്ട് കത്തിക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ടു. ഒരിക്കല്
സ്വീഡനിലാണെന്ന് തോന്നുന്നു. അഴുക്ക് ചാലുകൾ മുഴുവനും ഖുർആൻ അങ്ങനെ വേസ്റ്റ് കോരുന്ന ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുകയും അത് മുഴുവനും കോരിയെടുത്ത് പുറത്തിട്ട് കണ്ണീരോടെ അവർ വീഡിയോ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഓരോ മനുഷ്യനും അവനവന്റെ വിശ്വാസം പ്രിയപ്പെട്ടതാണ്, മഹത്വമാണ്. അത് വ്രണപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. നമ്മുടെ മതവിശ്വാസം നമുക്ക് വ്രണപ്പെടുന്നത് എങ്ങനെയാണോ വേദനിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും അപരനും എന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നത് കൊണ്ടാണ്. ഇപ്പോ ഖുർആൻ പരസ്യമായി കത്തിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള നിയമമാണ് ഇപ്പോൾ ഡെൻമാർക്കിൽ പാസ്സായിരിക്കുന്നത്. കാരണം എന്താ? ഒരു പ്രത്യേക മതവിഭാഗത്തിന് അത് വേദനയുണ്ടാക്കുന്നു. നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട, അത് പരസ്യമായി കത്തിക്കുക, വലിച്ചു കീറി പള്ളിക്ക് മുമ്പിൽ എറിയുക, അതിൽ ചവിട്ടി നിൽക്കുക, അത് വീഡിയോ പിടിച്ച് കാണിക്കുക. നമ്മുടെ നാട്ടിലെ ഒരു മുഹമ്മദ് യൂസഫ് ബൈബിളെ എണ്ണയൊഴിച്ച് കത്തിച്ച് വീഡിയോ പിടിച്ച് കാണിച്ചതുപോലെ, പുൽക്കൂട് തകർത്തിട്ട് ഞാൻ ഈ മതത്തെ വിശ്വസിക്കുന്ന ആളല്ല, അതുകൊണ്ട് കാസർഗോഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഇരിക്കേണ്ടത് പുൽക്കൂടല്ല എന്ന് പറഞ്ഞ മുഹമ്മദ് യൂസഫിനെ പൊക്കിക്കൊണ്ടു നടക്കാൻ നമ്മുടെ നാട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നു. ഒരു ക്രിസ്ത്യാനിയും അയാളെ കൊല്ലണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയില്ല, കൊലവിളി മുഴക്കിയില്ല, അവനെ കൊല്ലുമെന്ന് പറഞ്ഞ് പ്രസ് മീറ്റ് നടത്തിയിട്ടില്ല. അപ്പോഴും പോലീസുകാരടക്കം അയാളെ മാനസിക രോഗിയാക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു. അതും നമ്മൾ കണ്ടതാണ്. ഇപ്പോ എന്തായിരുന്നാലും ഡെൻമാർക്ക് പരസ്യമായി ഖുർആൻ കത്തിക്കരുത് എന്ന ഒരു നിയമം പാസാക്കിയതിന് പിന്നാലെ 77 വോട്ടുകൾക്കെതിരെ 94 വോട്ടുകൾക്കാണ് ഡെൻമാർക്ക് പാർലമെന്റ് ഖുർആൻ പരസ്യമായി കത്തിക്കരുത് എന്ന നിയമം പാസാക്കുന്നത്. ഡെൻമാർക്കിൽ നടന്ന ചില പ്രതിഷേധങ്ങളിൽ ഖുർആൻ പരസ്യമായി കത്തിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതേ തുടർന്ന് മുസ്ലിം രാജ്യങ്ങളുമായിട്ടൊക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ഡെൻമാർക്ക് പുതിയ നിയമം കൊണ്ടുവന്നത്. സ്വാഭാവികമായും ഇസ്ലാമിക രാജ്യങ്ങൾ ഡെൻമാർക്കിനോട് അതിന്റെ വിശദീകരണം ചോദിക്കും. നിങ്ങളുടെ രാജ്യത്ത് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ വിശുദ്ധ ഖുർആൻ നിന്ന് കത്തുന്നത്? എന്തുകൊണ്ടാണ് അതിന് നിങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്താത്തത് എന്ന് ചോദിക്കും. ചെയ്യേണ്ടവർക്ക് ചെയ്തു പോയാൽ മതി, മറുപടി പറയേണ്ടവർക്ക് മറുപടി പറഞ്ഞല്ലേ തീരൂ. ഖുർആനോ മുസ്ലിം രാജ്യങ്ങളുടെ പതാകയോ കത്തിച്ച 500-ലധികം സംഭവങ്ങളാണ് കഴിഞ്ഞ ജൂലൈ മുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ഡെൻമാർക്കിന്റെ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കാൻ ഇത്തരം പ്രതിഷേധങ്ങൾ കാരണമാകുമെന്നാണ് ഡെൻമാർക്ക് ഭയക്കുന്നത്. നമ്മുടെ താല്പര്യങ്ങളെയും ആത്യന്തികമായി നമ്മുടെ സുരക്ഷയെയും അത് ബാധിക്കും എന്ന് ഡെൻമാർക്ക് മനസ്സിലാക്കിയിരിക്കുന്നു. ഡെൻമാർക്കിലെ നീതിന്യായ വകുപ്പ് മന്ത്രി പീറ്റർ ഹെമൽഗാർഡ് തന്റെ ജനതയെ ബോധവൽക്കരണം നടത്തി. നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ വേണ്ട, നമ്മുടെ ബൈബിളിനെ നമ്മൾ എത്രമാത്രം ബഹുമാനിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, ആദരിക്കുന്നു, അതുപോലെ തന്നെയാണ് മുസ്ലിങ്ങൾക്ക് അവരുടെ ഖുർആനും എന്ന് പറഞ്ഞു. ചൂടേറിയ ചർച്ചകൾക്കൊടുവിൽ പാർലമെന്റിൽ നിയമം പാസാക്കുകയാണ് ഡെൻമാർക്ക്. ചോദിക്കട്ടെ, ഒരു ഇസ്ലാമിക രാജ്യത്താണ് ഖുർആനിന് ഈ അവസ്ഥയും ബൈബിളിന് ഈ അവസ്ഥയുണ്ടായതെങ്കിൽ അവരതിനെ തിരുത്താൻ തയ്യാറാകും. ഇപ്പൊ നമ്മൾ കണ്ടതാണ്, ഇന്ത്യയുടെ ദേശീയ പതാകയിൽ ചവിട്ടിയും വണ്ടി ഓടിച്ച് കയറ്റിയും ഒക്കെ ആളുകൾ ഇന്ത്യൻ ദേശീയ പതാകയെ പരിഹസിക്കുന്നത്. മറ്റെങ്ങുമല്ല, പാകിസ്ഥാനിലാണ് സംഭവം. പാകിസ്ഥാൻ അതിനെ അപലപിച്ചോ? ഇന്ത്യ അതിനോട് മാപ്പ് പറയണമെന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടോ? ഇല്ല. ദേശീയ പതാക കൊണ്ട് ഡൈനിങ് ടേബിൾ തുടയ്ക്കുന്ന അവസ്ഥ വരെ ഇന്ത്യയിലെ ആളുകൾക്ക് കണ്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഇന്ത്യൻ പതാക കൊണ്ട്. അപ്പോ ഡെൻമാർക്കിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് അവർക്ക്. അതുകൊണ്ട് എല്ലാ മനുഷ്യനും അവനവന്റെ വിശ്വാസങ്ങൾക്കനുസരിച്ച് അവനവന്റെ ആചാരങ്ങൾ, അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ ഒക്കെ കൊണ്ടുപോയിക്കോട്ടെ, അപരന്റെ മനുഷ്യാവകാശത്തെ ഹനിക്കാതിരുന്നാ മതി. അങ്ങനെയാണ് പാർലമെന്റിൽ ഖുർആൻ പബ്ലിക്കിൽ കത്തിക്കരുത് എന്ന നിയമം തന്നെ പാസ്സാക്കുന്നത്. പുതിയ നിയമപ്രകാരം ഡെൻമാർക്കില് ഖുർആൻ പരസ്യമായി കത്തിക്കുന്നതിന് പിഴ ഈടാക്കുകയോ 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുകയോ ചെയ്യാവുന്ന കുറ്റമാണ്. കഴിഞ്ഞ 2023 ഓഗസ്റ്റിലാണ് ഇത്തരം ഒരു നിയമത്തെ കുറിച്ച് ഡെൻമാർക്ക് ചിന്തിക്കുന്നത് പോലും.
ആഴ്ചകൾക്കിടയിൽ തന്നെ വിദേശ രാജ്യങ്ങളുടെ എംബസികൾക്ക് മുന്നിൽ വെച്ച് ഖുർആൻ കത്തിച്ച് പ്രതിഷേധിച്ച 170-ലേറെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു നിയമം വേണം എന്ന് ഡെൻമാർക്ക് ചിന്തിക്കുന്നത്. ലോകത്തിന് അത്തരമൊരു സന്ദേശം ഡെൻമാർക്കിന്റെ വകയായിട്ട് എത്താനുണ്ട് എന്നാണ് മന്ത്രിമാർ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. മതങ്ങളെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ നിയമം ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സൺ പറഞ്ഞു. ഖുർആൻ കത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള മതവിമർശനങ്ങളെ നിയന്ത്രിക്കുന്നത് പോരാടി നേടിയ സ്വാതന്ത്ര്യത്തെ ദുർബലപ്പെടുത്തുന്നതാണ് എന്നാണ് നിയമത്തെ എതിർക്കുന്ന ആളുകൾ പറഞ്ഞത്. സ്വീഡനും അത്തരത്തിൽ തന്നെയുള്ള നിയമം പാസാക്കുന്ന കാര്യം പരിഗണിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം ഇക്കഴിഞ്ഞ നാളുകളിലൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ട വാർത്തകളിൽ അധികവും സ്വീഡനിൽ നിന്ന് കത്തുന്ന ഖുർആനിനെ കുറിച്ചായിരുന്നു. സ്വീഡനിൽ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഖുർആനിനെ കുറിച്ചായിരുന്നു. എംബസികൾക്ക് മുമ്പിലും മസ്ജിദുകൾക്ക് മുമ്പിലും ചർച്ചുകൾക്ക് മുമ്പിലും പാർക്കുകൾക്ക് മുമ്പിലും ഒക്കെ ഖുർആൻ കൂട്ടിയിട്ട് കത്തിക്കുന്ന സ്വീഡനിലെ വാർത്തകൾ നിരന്തരം നമ്മൾ കണ്ടു. ഖുർആൻ കത്തിച്ചുകൊണ്ടുള്ള നിരവധി ഇസ്ലാം വിരുദ്ധ പ്രതിഷേധങ്ങൾ ഈ 2024 സ്വീഡനിൽ നടന്നു. സ്വീഡനും ഡെൻമാർക്കും മതനിന്ദ കുറ്റകരമാക്കിക്കൊണ്ടുള്ള നിയമങ്ങൾ റദ്ദാക്കിയ രാജ്യങ്ങളാണ്. അപ്പോ നമ്മുടെ നാട്ടിൽ മാത്രം എന്താണ് മതനിന്ദ, ഇനി ഇസ്ലാം മത വിമർശനം എന്താണ്, അള്ളാഹുവിനെ നിന്ദിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, മതനിന്ദയും ഇസ്ലാം മത വികാരം വ്രണപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നതിനൊന്നും ഇതുവരേക്കും ഒരു ഡെഫിനിഷൻ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ഡെഫിനിഷൻ. കാരണം അത് ഇതുവരെ ആർക്കും നമുക്ക് മനസ്സിലാക്കി തരാൻ സാധിച്ചിട്ടില്ല. മതത്തെ സംബന്ധിച്ച് ഉള്ളത് പറയലാണോ മതനിന്ദ, അതോ ഭൂരിപക്ഷം പറയാൻ മടിക്കുന്ന വസ്തുതകൾ പറയലാണോ മതനിന്ദ? ഇനിയും അതുമല്ലെങ്കിൽ അതിനകത്തുള്ള വസ്തുതകൾ അങ്ങനെ തന്നെ വളയ്ക്കാതെ ഒളിക്കാതെ ബ്രാക്കറ്റ് ഇടാതെ കൃത്യമായി പറഞ്ഞ് വിമർശിക്കുന്നതാണോ മതനിന്ദ? നമ്മുടെ ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടി അദ്ദേഹം മതനിന്ദ നടത്തിയോ? മുഹമ്മദ് നബി യുദ്ധക്കൊതിയനാണ് എന്ന് പറഞ്ഞിട്ടില്ല ജോസഫ് മാഷ്. മുഹമ്മദ് നബി സ്ത്രീലമ്പടനാണ് എന്ന് പറഞ്ഞിട്ടില്ല ജോസഫ് മാഷ്. ഇസ്ലാം രക്തരൂക്ഷിതമാണ് എന്ന് പറഞ്ഞിട്ടില്ല ജോസഫ് മാഷ്. രക്തത്തിലൂടെ അപരന്റെ ചോര കണ്ട് വാളിലൂടെ വെട്ടിപ്പടുത്തുയർത്തിയ മതമാണ് ഇസ്ലാം എന്ന് ജോസഫ് മാഷ് പറഞ്ഞിട്ടില്ല. എന്നിട്ടും ജോസഫ് മാഷ് നബിയെ നിന്ദിച്ചു എന്ന രൂപത്തിലായിരുന്നു എല്ലാ മാധ്യമങ്ങളും വാർത്തകൾ എഴുതിയത്. നമ്മള് ഒരുപാട് വിഷയങ്ങൾ കലാപ സാഹചര്യത്തിലേക്ക് പോയത് നമ്മൾ കണ്ടു. ഒരുപാട് പറയാനാണെങ്കിൽ എമ്പാടുമുണ്ട്. ഇത്തരം ചില വിഷയങ്ങൾ ഒരു മതത്തെ മറ്റൊരു മതവിഭാഗം അവഹേളിക്കുമ്പോൾ, പരസ്യമായി വിമർശിക്കുമ്പോൾ ആ മതവിശ്വാസികൾക്ക് വേദനയുണ്ടാകും. ഇസ്ലാമിക രാജ്യത്ത് ഒരുപാട് കലാപം നടക്കുമ്പോൾ, യുദ്ധം നടക്കുമ്പോൾ ഈ ഇസ്ലാമിക രാജ്യത്ത് നിന്ന് അഭയാർത്ഥികളാക്കപ്പെടുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്.